Majestic Jewelers, Tirur, Gold, Diamonds, Silver and Watches. Celebrating 50 years. പ്രൊഫസർ AV മൊയ്തീൻകുട്ടി അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. നവോത്ഥാന കേരളം അതിന്റെ മൂല്യങ്ങളിൽ നിന്ന് പിന്നോട്ട് സഞ്ചരിക്കുകയാണെന്ന് PP സുനീർ MP അഭിപ്രായപ്പെട്ടു. MES പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രൊഫസർ AV മൊയ്തീൻകുട്ടി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ കേരളം സാധ്യമാക്കിയ നവോത്ഥാന ഉത്ബുദ്ധങ്ങളെ പുറകോട്ടടിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ സ്വയം വർഗീയവാദികളായി മാറുന്ന കാലമാണിത്. മതേതര ഭാരതമെന്നതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യമെന്നും ഇദ്ദേഹം പറഞ്ഞു. MES സംസ്ഥാന ട്രഷറർ OC സലാഹുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ AV മൊയ്തീൻകുട്ടി സ്മാരക പുരസ്കാരം C ഹരിദാസിനെ PP സുനീർ MP സമ്മാനിച്ചു. P നന്ദകുമാർ MLA മുഖ്യാതിഥിയായിരുന്നു. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഗുരുനാഥൻ മാത്രമല്ല, ഒരു ആചാര്യനായിരുന്നു. ഗുരു എന്ന് പറയുന്നത് അറിവ് തരുന്ന ആളുകളെയാണ്. ഗു എന്ന ശബ്ദം ഇരുട്ടിനെ സൂചിപ്പിക്കുന്നു. രു തം നിരോധക ശബ്ദമാകയാൽ ഇരുട്ട് നീക്കി വെളിച്ചം പകരുന്നവരൊക്കെ ഗുരുക്കന്മാരാണ്. എന്നാൽ ചില ഗുരുക്കന്മാർ വെളിച്ചം പകരുമെങ്കിലും ആ വെളിച്ചം ജീവിതത്തിൽ പാലിക്കില്ല. അങ്ങനെയുള്ള ഗുരുനാഥന്മാരും പഠിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പഠിപ്പിക്കുന്നതൊക്കെ സ്വന്തം ജീവിതത്തിലും പാലിക്കുന്ന മഹാത്മാക്കളെയാണ് നമ്മൾ ആചാര്യന്മാർ എന്ന് വിളിക്കുന്നത്. ആ അർത്ഥത്തിൽ AV മൊയ്തീൻകുട്ടി സാർ പൊന്നാനിയുടെ ഒരാചാര്യനായിരുന്നു. ഞങ്ങൾക്ക് ഈ കോളേജ് ഒരു സർവകലാശാലയാണ്. ഞാനും ജയരാജും ഞങ്ങളൊക്കെ പല കലകളും അഭ്യസിച്ചത് ഈ കോളേജിൽ നിന്നാണ്. ഇന്നിപ്പോൾ കലാകാരനെന്നോ എഴുത്തുകാരനെന്നോ എന്തെങ്കിലും മേൽവിലാസം ഉണ്ടെങ്കിൽ അതൊക്കെ സഹിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരാൾ മൊയ്തീൻകുട്ടി സാർ. വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ, VT ബൽറാം, M ജയരാജൻ, ഫർഹാൻ BM, മുഹമ്മദ് K പൊന്നാനി, TV അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ, ബാബു എബ്രഹാം, സാഖിർ ഖാദിരി, KK മുഹമ്മദ് ഇക്ബാൽ, ശങ്കരനാരായണൻ, അനസ് ഏറാടത്ത്, RP മേനോൻ, K അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. കോളേജിലെ രണ്ടാമത്തെ ബാച്ചായ 1967 പഠിച്ചവരുടെ സംഗമവും നടന്നു.